മഴ തോരും മുമ്പ് പുതിയ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സ്റ്റാൻലി അലീനയെ ഏറ്റെടുക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ്. ഇക്കാര്യത്തെക്കുറിച്ച് ബാലചന്ദ്രനോട് വിളിച്ചു പറയുകയും ബാലചന്ദ്രൻ അലീനയോട് സ്റ്റാൻലിയുടെ അടുത്തോട്ട് പോവാൻ ആവശ്യപ്പെടുകയുമാണ്. അങ്ങനെ അലീനയ്ക്ക് എന്തായാലും ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചേ പറ്റുകയുള്ളൂ. അതിനൊരു സേഫായിട്ടുള്ള ഒരിടം അച്ഛൻ്റെ അടുത്താണെന്ന് മനസ്സിലാക്കിയ ബാലചന്ദ്രൻ സ്റ്റാൻലിയെ കണ്ടെത്തുകയും അലീനയെ ആ കൈകളിലോട്ട് ഏൽപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവസാനം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അങ്ങനെ ആദ്യമായിട്ട് തന്നെ വൈജയന്തിയെ കാണാനാണ് പോകുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മേഡത്തിന് ഇനി ശല്യമായിട്ട് ഞാനുണ്ടാവില്ല. മേഡം ആഗ്രഹിച്ചതുപോലെ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്. മേഡത്തിനായിരുന്നല്ലോ ഞാൻ ഏറ്റവും വലിയ ശല്യം എന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, ഇത്രയും കാലം എന്നെ സങ്കടപ്പെടുത്തിയിട്ട് എന്നെ വെറുപ്പിച്ചിട്ട് നീ സുഖിച്ച് ജീവിച്ചല്ലോ, ഇനിയാണ് നീ അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. പക്ഷെ ആ ശാപം അലീനയ്ക്ക് വല്ലാതങ്ങ് ആവുകയും തൻ്റെ മനസ്സിലുള്ള അടക്കി പിടിച്ച ആ കാര്യം തുറന്ന് പറയുകയാണ്. അങ്ങനെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, 10-23 വർഷങ്ങൾക്ക് മുമ്പ് മേഡം കുറേ സുഖിച്ച് ജീവിച്ചല്ലോ, അതിൽ ഇരയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഞാൻ. അത് മേഡത്തിന് അറിയാമോ? ആഗ്രയിൽ മേഡത്തിനൊരു ബന്ധം ഉണ്ടായിരുന്നല്ലോ, അതിലൊരു കുഞ്ഞും ജനിച്ചിരുന്നല്ലോ. ആ കുഞ്ഞ് മരണപ്പെട്ടു എന്നല്ലേ മേഡം ധരിച്ചിരിക്കുന്നത്. പക്ഷേ ആ കുഞ്ഞ് മരണപ്പെട്ടിട്ടില്ല. ഇന്ന് ജീവനോടെ ഈ മേഡത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഞാനാണ് ആ മകൾ എന്ന് പറയുകയാണ്. എന്നിട്ട് ഇനി ശല്യമായിട്ട് മേഡത്തിൻ്റെ അരികിൽ ഞാൻ ഉണ്ടാവില്ല, എന്നെ തിരിച്ചറിയാൻ മേഡത്തിന് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എന്നൊന്നും വിളിക്കാണ്ട് ഒരു വാക്ക് പോലും പറയാണ്ട് തിരിഞ്ഞു നോക്കാണ്ട് അലീന അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്. ആ സമയത്ത് വൈജയന്തിക്കാകെ നെഞ്ച് പൊട്ടിയിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. തൻ്റെ മകൾ മരിച്ചു എന്ന് ധരിച്ചിരുന്ന വൈജയന്തിയുടെ മുമ്പിൽ തൻ്റെ മകൾ ഇന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ, ആ വായിൽ നിന്ന് തന്നെ ആ സത്യം കേട്ടപ്പോൾ തൻ്റെ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ച് പോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു വൈജയന്തിക്ക് ഉണ്ടായിരുന്നത്. ആകെ ഷോക്കേറ്റ അവസ്ഥയിൽ ഒന്നും മിണ്ടാതെ അനങ്ങാതെ വടി പോലെ വെറുങ്ങലിച്ച് നിൽക്കുകയാണ് വൈജയന്തി. അങ്ങനെ പിന്നീട് ബബിതയോടും ഒക്കെ യാത്ര പറയുകയാണ്. ബബിതയാണെങ്കിൽ ആകെ കരഞ്ഞ് സീനാക്കിയിരിക്കുകയാണ്. പിന്നീട് മനുവിൻ്റെ അടുക്കലേക്കും പോകുന്നുണ്ട്. മനുവിനാണെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് സഹിക്കാനോ ഒന്നും പറ്റിയിരുന്നില്ല. കാരണം താൻ പ്രണയിച്ച ഒരാൾ, തൻ്റെ പ്രാണനായി കരുതിയ ഒരാൾ ആ വീട് വിട്ട് ഇറങ്ങുമ്പോൾ തൻ്റെ പ്രാണൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു വേദനയായിരുന്നു നമ്മുടെ മനുവിൻ്റെ മനസ്സിൽ നിന്നും പൊടിഞ്ഞു വന്നത്. ആ ഒരു സമയത്ത് ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാൻലിയോട്, എൻ്റെ മകളെ സങ്കടപ്പെടുത്തരുത്, ഇത്രയും കാലം അനുഭവിച്ച എല്ലാ സങ്കടവും മാറ്റിക്കൊടുക്കണം, അവൾക്ക് നല്ലൊരു ജീവിതമായിരിക്കണം സാർ നൽകേണ്ടത് എന്നൊക്കെ സ്റ്റാൻലിയോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് എന്നെൻ്റെ മകളെ വേണ്ടാന്ന് തോന്നുന്നോ അന്ന് എന്നെ തിരിച്ചേൽപ്പിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ബാലചന്ദ്രൻ. അങ്ങനെ നമ്മുടെ അലീന അവിടെ നിന്ന് പടിയിറങ്ങുകയാണ്.